വചനോത്സവം ഓൺലൈൻ തിരുമുഖ ആരാധനയിലേക്ക് ഈശോയുടെ തിരുമുഖത്തെ സ്നേഹിക്കുന്ന, ഈശോയുടെ തിരുവചനത്തെ സ്നേഹിക്കുന്ന ആരാധനയിലേക്ക് നമുക്ക് ഒരുമിച്ച് പ്രവേശിക്കാം. ഇന്നേ ദിവസം രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഈശോയുടെ വചനത്തെ സ്നേഹിക്കാം, ഈശോയുടെ തിരുമുഖത്തെ സ്നേഹിക്കാം. പൗലോസ് ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യം ഇപ്രകാരമാണ് നമ്മൾ വായിക്കുന്നത്: ദൈവത്തിനായി ജീവിക്കേണ്ടതിന് ഞാൻ നിയമത്തിലൂടെ മൃതനായി, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. എൻ്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. സ്നേഹം നിറഞ്ഞവരെ, വചനത്തിലൂടെ ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ് പൗലോസ് ശ്ലീഹായോട്. അതായത് ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുക എന്നുള്ളൊരു ബോധ്യം, ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുക എന്നുള്ള ബോധ്യം. ക്രിസ്തുവിനോട് ക്രൂശിതനായിരിക്കുക എന്ന് പറയുന്നത് നമ്മളുടെ ഈശോയുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. ക്രിസ്തുവിനോട് ക്രൂശിതനായിരിക്കുക. നമുക്ക് അത്രയും അടുപ്പം പല വ്യക്തികളോടും വസ്തുക്കളോടും നമ്മുടെ ഇഷ്ടങ്ങളോടുമൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഇഷ്ടങ്ങളോട് അത്ര അടുപ്പം നമുക്കുണ്ട്. പറഞ്ഞവരെ, ഇന്നേ ദിവസം അത് തീരുമാനമെടുക്കാം. എല്ലാ ഇഷ്ടങ്ങളോടും വ്യക്തികളോടും വസ്തുക്കളോടും ലോകത്തോടുമുള്ള ആ അടുപ്പം, ആ ഒരു ബന്ധം അത് നമുക്ക് പടിപടിയായിട്ട് കുറയ്ക്കാം. എന്നിട്ട് ക്രിസ്തുവിനോട് കൂടെ ക്രൂശിതനായിരിക്കുക എന്ന് പറയുന്ന അത്രയും അടുപ്പം ഉണ്ടാക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. പൗലോസ് ശ്ലീഹായെ പോലെ നമുക്ക് പറയാൻ സാധിക്കണം: ക്രിസ്തുവിനോട് കൂടെ ഞാനും ക്രൂശിതനായിരിക്കുന്നു. ഒരു ഗാനത്തിന് ഈരടിയോട് ചേർന്നുകൊണ്ട് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം: കർത്താവേ, ഈ ഒരു കൃപ, ഈ ഒരു സ്വഭാവം പരിശീലിക്കുവാൻ എനിക്ക് കൃപ തരണം. എനിക്ക് എത്ര നാളാണോ ദൈവമേ അങ്ങ് ഭൂമിയിൽ ദിവസങ്ങൾ തരുന്നത്, ആ ദിവസങ്ങളിലെല്ലാം ഇത് പരിശീലിക്കുവാൻ, അങ്ങയോടുകൂടെ ക്രൂശിതനായിരിക്കുക, അത്രമേൽ അടുപ്പം ഒരു ബന്ധം നിർമ്മിച്ചെടുക്കുവാൻ കൃപ തരണമേ എന്ന് നമുക്ക് പാടി പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, ദിവസം നമ്മൾ കിടന്നുറങ്ങുവാൻ പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ സ്നേഹിക്കേണ്ട വചനം ഇതാണ്. പൗലോസ് ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യം: ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. എൻ്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. സ്നേഹം നിറഞ്ഞവരെ, നാളത്തെ ദിവസം രാവിലെ എഴുന്നേൽക്കുന്നവരെ ഈ വചനത്തെ സ്നേഹിക്കാം. എന്നിട്ട് നാളത്തെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യണം. എന്താണ്? വചനത്തിൽ പൗലോസ് ശ്ലീഹ പറയുകയാണ്: ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് ജീവിക്കുന്നത്. നമ്മുടെ പലപ്പോഴും
ഞാൻ ജീവിക്കുന്നു, ഞാൻ ചെയ്യുന്നു, ഞാൻ കാണുന്നു, എൻ്റെ ഇഷ്ടം ഞാൻ ജീവിക്കുകയാണ്. എൻ്റെ ഉള്ളിൽ ഞാൻ എന്ന് പറയുന്ന വലിയൊരു വ്യക്തിയെ ഞാൻ വളർത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് നമുക്കൊട്ടും സമാധാനമില്ല. മറ്റുള്ളവരെ പൂർണ്ണമായി സ്നേഹിക്കാൻ സാധിക്കുന്നില്ല, ക്ഷമിക്കുവാൻ സാധിക്കുന്നില്ല. കാരണം എന്നിൽ ഞാൻ വളരുകയാണ്, വലുതായിട്ട് വളരുകയാണ്. അത് നിർത്തണം. മാണത്തെ പ്രവൃത്തി ഇതാണ്, ഒരു തിരിച്ചറിവ്. എന്താണ്? ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് ജീവിക്കുന്നത്. എൻ്റെ ഉള്ളിൽ ഈശോ ജീവിക്കുന്നു, എൻ്റെ ഈശോ ജീവിക്കുന്നതിൻ്റെ ഉള്ളിൽ ആ ഒരു തിരിച്ചറിവ്. ഈശോ വളരണം, ഈശോയുടെ സ്വഭാവങ്ങൾ, ഈശോയുടെ കാഴ്ചപ്പാടുകൾ, ഈശോയുടെ പ്രവൃത്തികൾ അത് നമ്മുടെ ഉള്ളിൽ വളരണം. നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ പ്രവൃത്തിയായിട്ട് മാറട്ടെ. നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ